ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. എല്ലാവരും സന്തോഷം ഇഷ്ടപ്പെടുന്നവരാണ്. എന്താണ് ഈ സന്തോഷം? മറ്റൊന്നിൻ്റെയും ആപേക്ഷികത ഇല്ലാതെ സ്വയമേവ നമ്മുടെ മനസ്സ് പ്രസന്നമാകുന്നതാണ് സന്തോഷം എന്ന് പറയുന്നത്. സ്വയം തോഷിക്കുക, തന്നെത്താൻ ആനന്ദിക്കുക, മറ്റൊന്നിൻ്റെയും ആവശ്യം അതിനില്ല. കാരണം നമ്മുടെ മനസ്സ് സ്വസ്ഥമായി കഴിയുമ്പോൾ ആനന്ദസ്വരൂപിയായിരിക്കുന്ന ഈശ്വരനിലേക്കാണ് തിരിച്ചു പോകുന്നത്. ആ അവസ്ഥയിൽ നിന്ന് പരമമായ സന്തോഷം അനുഭവമാവുക. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ സന്തോഷം കിട്ടുക? സന്തോഷം ശ്രേയസ്സു പാരം ആഹോ, സന്തോഷം തന്നെ മഹാനന്ദമോർത്താൽ, സന്തോഷം വിശ്രാന്തി മൂലം സാധാ, സന്തോഷത്തോടിരി എന്തു വന്നാലും. ഒരു കവി പാടിയതാണിത്. മുമ്പേ എത്രയോ മഹത്തുക്കൾ പറഞ്ഞ വാക്കുകൾ നമ്മൾ വീണ്ടും വീണ്ടും അയവിറക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ മനസ്സ് വിഷയജാലങ്ങളിൽ നിന്നും ആത്മഭാവത്തിലേക്ക് തിരിച്ചു വരിക. സന്തോഷം ശ്രേയസ്സു പാരം ആഹോ, ഏറ്റവും ശ്രേയസ്സായിട്ടുള്ളത് സന്തോഷമാണ്. സന്തോഷം തന്നെ മഹാനന്ദമോർത്താൽ, ഈ സന്തോഷത്തിനാണ് ആനന്ദം എന്ന് പറയുന്നത്. സന്തോഷം വിശ്രാന്തി മൂലം സാധാ, സന്തോഷത്തോടിരി എന്തു വന്നാലും. ഇനി എങ്ങനെയാണ് ഈ സന്തോഷം നമുക്ക് കൈവരുക? സന്തോഷം വിശ്രാന്തി മൂലം. എന്താണ് വിശ്രാന്തി? മനസ്സിൻ്റെ ചാഞ്ചല്യം ഇല്ലാതാവലാണ്. മനസ്സ് വിഷയങ്ങൾക്ക് വേണ്ടി പരതാതിരിക്കുന്ന അവസ്ഥയാണ്. ലോകത്തിലെ ഓരോന്നും അനിത്യവും ക്ഷണികവും തുച്ഛവും ദുഃഖപ്രദവുമാണ് എന്ന് ബോധിച്ച് അതിലേക്ക് ഓടാതെ ആകുന്നതാണ് ഇവിടെ മനസ്സിൻ്റെ ചാഞ്ചല്യം കുറയുക എന്ന് പറയുന്നത്. അതാണ് മനസ്സിൻ്റെ വിശ്രാന്തി എന്ന് പറയുന്നത്. മനസ്സെവിടേക്കും പോകാതെയാകുമ്പോൾ, വിഷയങ്ങളെ തേടി പോകാതെയാകുമ്പോൾ മനസ്സ് സ്വസ്ഥമായി. ആ മനസ്സ് സ്വസ്ഥതയും ആനന്ദ. ആ മനസ്സ് സ്വസ്ഥമായി കഴിയുമ്പോൾ പരമമായ സന്തോഷം നമുക്ക് അനുഭവം. ആ സന്തോഷത്തെയാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്ത് പ്രതികൂലം വരികയാണെങ്കിലും നാം സന്തോഷത്തോടു കൂടി ഇരിക്കൂ എന്നാണ് പറയുന്നത്. സന്തോഷം ശ്രേയസ്സു പാരം ആഹോ, സന്തോഷം തന്നെ മഹാനന്ദമോർത്താൽ, സന്തോഷം വിശ്രാന്തി മൂലം സാധാ, സന്തോഷത്തോടിരി എന്തു വന്നാലും. നമുക്ക് സുഖം വരാം, ദുഃഖം വരാം, പ്രതികൂലങ്ങളായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ പലതും വരാം. അപ്പോഴൊക്കെ നാം ആ പരമമായ നിർവൃതിയിൽ തന്നെ കഴിയാൻ പരിശ്രമിക്കുക. ഇതെല്ലാം വരും പോകുന്നതുമാണ്. ഈ വന്നതെല്ലാം വിട്ടുപോകുന്നതാണ് എന്ന ബോധമുണ്ടാകുമ്പോൾ സ്ഥായിയായത് സന്തോഷം മാത്രമാണ്. ആ സന്തോഷത്തോടുകൂടി എന്ത് പ്രതികൂലങ്ങൾ വന്നാലും സന്തോഷം കൈവിടാതെ ഇരിക്കുകയാണ് നാം ചെയ്യേണ്ടത്. അപ്രകാരം എല്ലാ സമയത്തും സന്തോഷത്തോടുകൂടി ഇരിക്കാൻ കഴിയുക എന്നത് മനസ്സ്വസ്ഥതയുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. മനസ്സിനെ ചലിപ്പിക്കുന്നത് രാഗദ്വേഷങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും കാമക്രോധാദികളുമാണ്. അവ കുറച്ചുകൊണ്ടുവരാൻ നമ്മൾ സ്നേഹം, ദയ, കാരുണ്യം, പരോപകാരം മുതലായ സദ്ഗുണങ്ങൾ നമ്മുടെ മനസ്സിൽ വളർത്തിയെടുക്കുമ്പോൾ ദുർവിചാരങ്ങളെല്ലാം മെല്ലെ മെല്ലെ ക്ഷയിച്ച് ഇല്ലാതെയാകും. അപ്പോഴാണ് ശരിയായ സന്തോഷം നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നത്. സന്തോഷം ശ്രേയസ്സു പാരം ആഹോ, സന്തോഷം തന്നെ മഹാനന്ദമോർത്താൽ, സന്തോഷം വിശ്രാന്തി മൂലം സാധാ, സന്തോഷത്തോടിരി എന്തു വന്നാലും.